ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदादिकं वन्देऽहं श्रीगुरों श्रीयुतपथकमलं श्रीगुरुं वैष्णवांस्यां श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदारे कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. അടുത്ത ക്ലാസ്സിലേക്ക് വഴിയാട്ടിയാനുള്ള ശ്ലോകം ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 3-ാമത്തെ അധ്യായം 27-ാമത്തെ ശ്ലോകം. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവസഃ അഹങ്കാരാഭിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവസഃ അഹങ്കാരാഭിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവത് വാസുദേവായ. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. ഹരേ കൃഷ്ണ. ശ്യാമള മാതാജി. हरे कृष्ण। ओम नमो भगवते वासुदेवाय। प्रकृते क्रियमाणानि गुणे कर्माणि गाराभिमूढात्मा कर्ताहमिति मन्यते। हरे कृष्ण। मंगला माताजी. हरे कृष्ण। ओम नमो भगवते वासुदेवाय। प्रकृते क्रियमाणानि गुणे कर्माणि सर्वशः अहंकार विमूढात्मा कर्ताहम् इति मन्यते। हरे कृष्ण। सुचि माताजी. हरे कृष्ण. प्रकृते क्रियमाणानि गुणैः कर्माणि सर्वशः अहंकार विमूढात्मा कर्ताहमिति मन्यते. നിത്യാഹങ്കാരത്തിന്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മ താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് അവ നിർവഹിക്കുന്നത്. ഹരേ കൃഷ്ണ. Very good. The spirit soul, bewildered by the influence of false ego, thinks himself the doer of activities that are in actuality carried out by the 3 modes of material nature. നമുക്ക് അറിയാം, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ ആക്ടിവിറ്റീസും നമ്മളത് ഞാൻ ചെയ്യുന്നു അല്ലേ? എല്ലാവരും ധാരണ അതാണ്, ഞാൻ ചെയ്യുന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പല ആൾക്കാരും പല ചിന്തയാണ്. ചില ആൾക്കാർ പറയും ആത്മാവ് പറയും, ചില ആൾക്കാരുടെ ശരീരമാണ്, ചില ആൾക്കാർ പറയും ഇന്ദ്രിയങ്ങളാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ശരിക്കും അതിൻ്റെ ഒരു റൈറ്റ് കൺസെപ്ഷൻ ഇല്ലാത്തത്? ശരിക്കുള്ളൊരു ധാരണ എന്തുകൊണ്ടില്ല? എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്? ഞാനാണ് ഇതിന്റെ കാരണക്കാരൻ. അൾട്ടിമേറ്റ്ലി ഞാനാണ് എങ്കിലും കൂടി, പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്താണ് ഇവിടെ ഭഗവാൻ പറയുന്നത്? സ്പിരിറ്റ് സോൾ ബിവിൽഡഡ് ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫാൾസ് ഈഗോ. നമ്മൾ ഭ്രമിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് ഈ മിഥ്യാഹങ്കാരം കൊണ്ട്. എന്താണ് മിഥ്യാഹങ്കാരം? ഞാൻ ഈ ശരീരമാകുന്നു എന്നുള്ള അഹങ്കാരം, ആത്മാവാകുന്നു എന്നുള്ള ആ ഒരു ബോധം നമുക്കില്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ചെയ്യുന്നതെല്ലാം
അതെല്ലാം ഡൂവർ ഓഫ് ദ ആക്ടിവിറ്റീസ് ആർ ആക്ച്വലി carried ഔട്ട് ബൈ ദ ത്രീ മോഡ്സ് മെറ്റീരിയൽസ്. ആക്ച്വലി ആണ് 3 ഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് ചെയ്യുന്നത്. നമുക്ക് കിട്ടിയിരുന്ന ശരീരത്തിന്റെ കാരണം എന്താ? എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ ശരീരം കിട്ടി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പർട്ടിക്കുലർ ശരീരം കിട്ടി, മൃഗങ്ങൾക്ക് വേറെ കിട്ടി, പക്ഷികൾക്ക് വേറെ കിട്ടി, കൃമികീടങ്ങൾ. എന്താണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ശരീരം കിട്ടാൻ കാരണം? കർമ്മഫലത്തിൽ അതൊക്കെ കർമ്മഫലത്തിൽ അത് 100% റൈറ്റ് ആണ്. ഒരു ബ്രോഡ് സെൻസിൽ എക്സാക്ട്ലി റീസൺ എന്താ? ഗുണകർമ്മ വിഭാഗശ. ഗുണം ഗുണത്തിനനുസരിച്ചല്ലേ പ്രഭു? നമ്മൾ കാര്യങ്ങൾ ഏത് ഗുണത്തിലാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ശരീരം കിട്ടും. അതാണ് പറയുന്നത്. ഗുണത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുക അല്ലെ? അതാണ് പറയുന്നത്. ദാറ്റ് ആർ ആക്ച്വലി carried ഔട്ട് ബൈ ദ ത്രീ മോഡ്സ് ഓഫ്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മം നമ്മളുടെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പൊ ഞാൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നല്ലൊരു ഹമ്പിളായിട്ട് ഹ്യൂമിലിറ്റിയോട് കൂടി സംസാരിക്കണമെങ്കിൽ ഞാൻ എന്താണ് അവിടെ എക്സിബിറ്റ് ചെയ്യുന്നത്? സത്വഗുണം. ദേഷ്യപ്പെട്ടവിടെ സംസാരിക്കണമെങ്കിൽ ഞാൻ എന്താ അവിടെ എക്സിബിറ്റ് ചെയ്യുന്നത്? രജഗുണം. പിന്നെ വളരെ മോശമായിട്ട് സംസാരിക്കണമെങ്കിൽ ഞാൻ അവിടെ എക്സിബിറ്റ് ചെയ്യുന്നത് എന്താണ്? തമോ ഗുണം. അപ്പൊ ആക്ച്വലി നമ്മളുടെ ഈ ശരീരം ഒരു മെക്കാനിസം നമുക്ക് കിട്ടി. ഈ ശരീരത്തിന്റെ ഒരു പ്രകൃതി കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇടപഴകുന്ന ഏത് ഗുണത്തിലാണോ അതിന്റെ അനുസരിച്ചിട്ടാണ്. ഗുണമാണ്. അപ്പൊ നമ്മൾ ഏത് ഗുണത്തിൽ, അപ്പൊ ഗുണത്തിന് ഉയരണം. താഴ്ന്ന ഗുണത്തിന്, അതായത് തമോ ഗുണത്തിന് രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിന് സത്വ ഗുണത്തിലേക്കും ഉയർന്ന് പിന്നെ അവിടുന്ന് ശുദ്ധ സാത്വിക് സ്റ്റേജിലേക്ക്, അപ്പോഴാണ് നമ്മള് ശരിക്കുള്ള ആ ഒരു ഗുണം, അതായത് ഭഗവാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് എന്താ സച്ചിദാനന്ദമായിട്ടുള്ള ഒരു ശരീരം കിട്ടും. ഇപ്പൊ നമുക്ക് ശരീരം കിട്ടിയിരിക്കുന്നത് മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ കൃമികീടങ്ങളുടെയോ വൃക്ഷങ്ങളുടെയോ ഒക്കെ ആയിരിക്കാം. അതെല്ലാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. ആ പ്രവൃത്തി എന്തിന്റെ അടിസ്ഥാനത്തിലേക്ക്? 3 ഗുണങ്ങളുടെ അടിസ്ഥാനം. അത് ഞാനല്ല, ആത്മാവല്ല. ആത്മാവ് ഇറ്റ്സ് ഫ്ലോട്ടിങ്. അത് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല ഈ കർമ്മത്തിനോട്. പക്ഷെ തെറ്റിദ്ധരിക്കുകയാണ് ആത്മാവ്. ഞാൻ ശരീരമാകുന്നു എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇൻ ആക്ച്വാലിറ്റി എന്താണ്? എഗെയിൻ carried ഔട്ട് ബൈ ദ ത്രീ മോഡ്സ് ഓഫ് മെറ്റീരിയൽ. അപ്പൊ നമ്മള് താഴ്ന്ന ഗുണത്തിൽ നിന്ന് ഉയർന്ന ഗുണത്തിലേക്ക് നമ്മൾ ഉയരണം. അതുകൊണ്ടാണ് പറയുന്നത്, ഭഗവാൻ അർജുനനോട് പറയുന്നത്, ഉദ്ധരേത് ആത്മനാത്മാനാം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനോ ബന്ധുർ ആത്മൈവ രിപുരാത്മന. മനസ്സുകൊണ്ട് നമ്മുടെ ആത്മാവിനെ ഉദ്ധരിക്കണം. കാരണം അത് ആവരണപ്പെട്ട് കിടക്കാണ്. എന്താണ് ഈ ഭൗതിക തലത്തിലുള്ള ചിന്തകളെ, ആഗ്രഹങ്ങളെ, അതിനോട് ആഗ്രഹം പുലർത്തിക്കൊണ്ടിരുന്നവരുടെ അത് ആവരണപ്പെട്ട് കൊടുക്കുക. അപ്പൊ അതിൽ നിന്ന് മുക്തനാക്കണം. അപ്പൊ മനസ്സിനെ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കവറിങ്ങിൽ നിന്ന് നമ്മളെ മുക്തനാക്കണമെങ്കിൽ ആ നമ്മുടെ മനസ്സിനെ ശരിക്കും ഡയറക്റ്റ് ചെയ്യണം നല്ല പ്രവൃത്തികളിൽ, ഈശ്വര പ്രവൃത്തികളിൽ. അപ്പൊ അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ABCD വേണം. ABCD ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അസോസിയേഷൻ, ബുക്സ്, അല്ലെ, ചാൻഡിങ്, ഡയറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ താഴ്ന്ന ആ ഒരു ഗുണത്തിൽ നിന്ന് ഉയർന്ന ഗുണത്തിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ അപ്പോൾ ഒരു വെളിച്ചം കിട്ടും. അപ്പൊ അതേവരെ മൂടിയിരിക്കുകയാണ്. കാർമേഘം കൊണ്ട് മൂടിയിരിക്കാം, അല്ലെ, മേഘം കൊണ്ട് മൂടിയിരിക്കാം, നമുക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇത് ആത്മാവ് സച്ചിദാനന്ദമാണ്. ആത്മാവ് ആക്ച്വലി പ്യുവറാണ്. ആത്മാവ് കണ്ടാമിനേറ്റഡ് അല്ല. നമ്മളുടെ മനസ്സാണ് ദുഷിച്ചിരിക്കുന്നത് 3 ഗുണത്തിന്റെ പ്രഭാവത്താൽ. അപ്പോൾ ആ മനസ്സുകൊണ്ട് നമ്മളുടെ ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെയും ഇന്റലക്റ്റിനെയൊക്കെ ശുദ്ധീകരിച്ച് നമ്മൾ ആത്മാവിനെ അതിന്റെ ഒറിജിനൽ തലത്തിലേക്ക് ഉയർത്തണം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതാണ് ഭഗവാൻ പറയുന്നത്, സ്പിരിറ്റ് സോൾ ബിവൽഡഡ് ബൈ ദ. ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് സ്പിരിറ്റ് സോൾ. സ്പിരിറ്റ് ആണ്, നോട്ട് മാറ്റർ. ഓക്കെ, നമുക്ക് എത്ര ശരീരമുണ്ട്? 2. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. 2 ഉള്ളൂ. സുചിമാദേവി എത്ര ശരീരമുണ്ട്?
സൂക്ഷ്മ ശരീരം, മൂന്ന് ശരീരം, സ്ഥൂല ആത്മീയ ശരീരം. മൂന്ന് ശരീരമുണ്ട്. മൂന്നാമത്തെ സാധാരണ നമ്മൾ പറയാറില്ല. സ്ഥൂലം, സൂക്ഷ്മം, പിന്നെ നമ്മുടെ സോളും അതിനും ശരീരമുണ്ട്. സച്ചിദാനന്ദമായിട്ടുള്ള ശരീരം നമുക്ക് കാണാൻ പറ്റില്ല. സോ വി ഹാവ് ആക്ച്വലി 3 ബോഡീസ്. സ്ഥൂലം ഈ പഞ്ചധാതുക്കളെ കൊണ്ടായി, സൂക്ഷ്മം മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് ഫോൾസ് ഈഗോ, പിന്നെ സോൾ, ആത്മാവിൻ്റെ ശരീരമുണ്ട്. ആത്മാവ് ശരീരമില്ലാത്തതല്ല, അതിപ്പോൾ സീഡ് ഫോമിലാണ്. നമ്മുടെ ഉള്ളിലെ സീഡ് അതിൻ്റെ ശരിക്കുള്ള ആ ഒരു രൂപത്തിലല്ല ഇപ്പം കാണുന്നത്, ഭൗതിക ലോകത്തിലായതുകൊണ്ട്. നമ്മൾ ആധ്യാത്മിക ലോകത്തിൽ പോകുമ്പോൾ നമ്മളുടെ ശരിക്കുള്ള ആ ശരീരം അവിടെ പ്രത്യക്ഷപ്പെടും. അത് മുഴുവൻ സച്ചിദാനന്ദമായിരിക്കും. അങ്ങനെ പഞ്ചധാതുക്കളെ കൊണ്ടോ ഉള്ള, അല്ലെങ്കിൽ മൈൻഡ്, ഇന്റലിജൻസ്, ഫോൾസ് ഈഗോ, അതും മെറ്റീരിയലാണ്. അതിനെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സൂക്ഷ്മ ശരീരം ഉണ്ടാവില്ല. അങ്ങനെ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, അങ്ങനെ ഇത് രണ്ടും പോവും. പിന്നെ എന്താണ് ബാക്കി? ആത്മീയമായിട്ടുള്ള സച്ചിദാനന്ദമായിട്ടുള്ള ശരീരം, അതാണ് ഒറിജിനൽ ശരീരം. ഓക്കെ, അപ്പൊ അതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം നമ്മൾ. പക്ഷേ ഈ ആവരണപ്പെട്ടത് കിടക്കുകയാണ് നമ്മൾ. മിസ്കൺസെപ്ഷൻ, അഹങ്കാരം, അഹം, ഞാൻ ഈ ശരീരമാകുന്നു, ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു എഞ്ചിനീയറാണ്, ഞാൻ ഇന്ത്യനാണ്, വൈറ്റ് ആണ്, ബ്ലാക്ക് ആണ്, ഹാൻസം ആണ്, ബ്യൂട്ടിഫുൾ ആണ്. ഇതെല്ലാം ഉപാധികളാണ് നമുക്ക് ശരീരത്തിനുള്ളത്. അതൊന്നും ഉയരണം നമ്മൾ. അപ്പോൾ അതിനെ ഫോൾസ് ഈഗോ എന്ന് നമ്മൾ റിയൽ ഈഗോയിലേക്ക് കൊണ്ടുവരണം. ഫോൾസ് ഈഗോ എന്ന് റിയൽ ഈഗോ, അതാണ് ഇവിടെ പറയുന്നത്. സ്പിരിറ്റ് സോൾ റിവൾഡഡ് ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫോൾസ് ഈഗോ. അപ്പോൾ സൃഷ്ടിയിലെ തന്നെ ആദ്യം മഹത്വത്തുണ്ടാക്കിയ ശേഷം ഫസ്റ്റ് എലിമെന്റ് ഓർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഫോൾസ് ഈഗോ ആണ് ആദ്യം സൃഷ്ടിക്കുന്നത്. ആ ഫോൾസ് ഈഗോ എന്നാണ് നമുക്ക് ബാക്കിയുള്ളത്, മൈൻഡ്, ഇന്റലിജൻസ്, മറ്റതും മറിച്ചൊക്കെ ബാക്കിയുള്ള സൂക്ഷ്മ ശരീരമൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഫോൾസ് ഈഗോ ഉണ്ടെങ്കിൽ നമ്മൾ ഞാൻ എന്നുള്ള ഒരു ഇത് വരുള്ളൂ ഈ ഭൗതിക ലോകത്തിൽ. അല്ലെങ്കിൽ നമുക്ക് ഫോൾസ് ട്രൂ ഈഗോ ആണെങ്കിൽ നമുക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന്ന് ഇപ്പോൾ നമ്മളുടെ എന്താണ്, നമ്മൾ ഈ ഭൗതിക ലോകത്ത് എത്രത്തോളം കാലം ഫോൾസ് ഈഗോ ഉണ്ടെങ്കിൽ അത്രത്തോളം ഉണ്ടായിരിക്കും. ഫാൾസ് ഈഗോ ഇല്ലായിട്ട് ട്രൂ ഈഗോ ആയാൽ പിന്നെ നമ്മൾ ഈ ഭൗതിക ലോകത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പരന്താമിലേക്ക്, പക്ഷെ നമ്മുടെ ഒറിജിനൽ രൂപത്തിലെ സ്വരൂപത്തില് ഭഗവാനെ സേവിക്കാൻ വേണ്ടി പോകും. അവിടെ പിന്നെ എൻ്റെ കയ്യ്, എൻ്റെ കാല്, എൻ്റെ തല അങ്ങനെയൊന്നുമില്ല, എല്ലാം സച്ചിദാനന്ദമാണ്. അപ്പം ഞാൻ എന്ന വ്യക്തി എൻ്റെ കയ്യിൽ നിന്ന് വ്യത്യാസമാണ്, ഞാൻ എന്ന വ്യക്തി എൻ്റെ തലയിൽ നിന്ന് വ്യത്യാസമാണ്. പ്രഭുപാദ തൻ്റെ ശിഷ്യന്മാരോട് ആദ്യത്തെ സമയത്തൊക്കെ ഇനീഷ്യലി പറയും, ഓക്കെ ഷോ മീ യുവർ ഹാൻഡ്. അപ്പോൾ പറയും, ദിസ് ഈസ് മൈ ഹാൻഡ്, ഇതാണ് എൻ്റെ കയ്യ്. ഷോ മീ യുവർ ഹെഡ്, ദിസ് ഹെഡ്, ഐസ്, അങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുത്തു. ഷോ മീ യുവർ സെൽഫ്, ഏതാ കാണിച്ചു കൊടുക്കുക? ഷോ മീ യുവർ സെൽഫ്, നിങ്ങൾ അങ്ങേ തന്നെ ചൂണ്ടിക്കാണിച്ചു തരൂ. അപ്പോൾ തല കാണിച്ചു കൊടുക്കോ, കൈ കാണിച്ചു കൊടുക്കോ, കാല് കാണിച്ചു കൊടുക്കോ, എല്ലാം കൂടിയിട്ടാണ്. പക്ഷെ അതല്ല, ആത്മാവാണ്. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ മൈ ഹാൻഡ്, ഇതൊക്കെ ഇത് നിങ്ങളുടേതാണ്. നിങ്ങളെവിടെയെന്ന് ചോദിക്കുന്നത്, ഇത് എൻ്റെ കൈ, അപ്പൊ ഈ ഞാനാരാ? ഇത് എൻ്റെ തല, അപ്പൊ ഞാനാരാ? എൻ്റെ കാല്, അപ്പൊ ഞാനും ഈ കാലും തമ്മിൽ വ്യത്യാസമുണ്ട്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ ചുരുക്കത്തിൽ ആത്മാവിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രഭുപാദ അങ്ങനത്തെ ഒരു എക്സസൈസ് ചെയ്തത്. അപ്പോൾ ഈ ഫോൾസ് ഈഗോ കാരനാണ്. അപ്പൊ അവിടെയാണ് ഇത് എൻ്റെ, ഐ, മീ ആൻഡ് മൈൻഡ്, ഐ, മീ ആൻഡ് മൈൻഡ്. പക്ഷെ ആധ്യാത്മിക ശരീരം കിട്ടുമ്പോൾ, സ്പിരിറ്റ് സോളിന്റെ ആ തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഐ, മീ ആൻഡ് മൈൻഡ് ഇല്ല, എല്ലാം സ്പിരിറ്റാണ്. അതാണ് വ്യത്യാസം. ഇവിടെ എഴുതുന്നുണ്ട്, ഹി ഡസ് നോട്ട് നോ ദാറ്റ് ദ മെക്കാനിസം ഓഫ് ദ ബോഡി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെറ്റീരിയൽ നേച്ചർ. ഈ ശരീരത്തിന്റെ മെക്കാനിസം പ്രകൃതിയിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടതാണ്. വിച്ച് വർക്ക്സ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ സുപ്രീം ലോർഡ്. ഭഗവാന്റെ അധ്യക്ഷതയിലാണ് ഇതെല്ലാം ഫങ്ഷൻ ചെയ്യുന്നത്. സോ ദ മെറ്റീരിയലിസ്റ്റിക് പേഴ്സൺ ഹാസ് നോ നോളേജ് ദാറ്റ് അൾട്ടിമേറ്റ്ലി ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് കൃഷ്ണ. ഇവിടെ ഭൗതിക ലോകത്തിൽ നമ്മൾ വരുമ്പോൾ ദാസാനുദാസനായിട്ട് അല്ല ഇരിക്കുന്നത്, ബോസാനുബോസ്. നമ്മളെല്ലാവരും ഓരോരുത്തരും വിചാരിക്കുന്നത്
ഞാൻ ആണ് ഇതിന്റെ മാസ്റ്റർ, ഞാനാണ് ഇതിന്റെ കൺട്രോളർ. ആ ഒരു അഹംഭാവത്തിലാണ്, അഹങ്കാരത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. എന്നോട് എല്ലാവരും ചോദിക്കണം, ഞാൻ അറിയാതെ ഒരു കാര്യം നടക്കാൻ പാടില്ല. ദിസ് ഈസ് ബെവിൽഡർമെന്റ്. ഇതാണ് ഇവിടെ പറയുന്ന പോലെ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം വിധി മന്യത. അഹങ്കാരം കൊണ്ട് വിമൂഢ എന്ന് പറഞ്ഞാൽ ഫൂൾസ്, ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള. ആക്ച്വലി ഞാൻ എന്ന് പറഞ്ഞ ശരിക്കുള്ള ആത്മാവ് ഇതിന് അതിന് മുകളിലാണ്. അത് ആക്ച്വലി അതിനെ കണ്ടാമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ആത്മാവിനെ ഒരു ഭൗതിക ഗുണം കൊണ്ടും അതിനെ മാലിന്യപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ഒരു തെറ്റിദ്ധാരണയിലിടാം, ഭ്രമത്തിലിടാൻ പറ്റും. ആ ഒരു ഭ്രമം കൊണ്ടാണ് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും പിന്നെ ക്വസ്റ്റ്യൻസ്? പറയൂ. സാധാരണഗതിയില് പ്രഭു എത്ര കോടി ഉണ്ടെന്ന് ചോദിച്ചാല് 3 എന്നാണ് പറയാ. ഞാൻ 2 എന്നാണ് ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്, പഠിപ്പിച്ചു. അല്ല, സാധാരണ പറയുന്നത് 2 തന്നെയാണ്. പക്ഷെ ആക്ച്വലി നമ്മൾ ഒരു കുറച്ചും കൂടി ഇൻഡെപ്ത് പോവാണെങ്കിൽ 3. സാധാരണ സ്ഥൂലം സൂക്ഷ്മം മാതാജി പറഞ്ഞ് ശരിയാണ്. പക്ഷെ ഒന്നും കൂടി കൂടുതൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 3ാമത്തെ ആൾ അവിടെ ഉണ്ട്. നമ്മളെ ആത്മാവിന് രൂപമില്ല എന്ന് പറയില്ല. ആത്മാവിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വരൂപമുണ്ട്. പക്ഷെ അത് ഇപ്പൊ പ്രകടമല്ല എന്ന് മാത്രം. ഈ രണ്ടും പോകുമ്പോ അതിന്റെ പ്രകട സ്വരൂപം കാണാം. ശരീരവും സൂക്ഷ്മ ശരീരം പോയി കഴിഞ്ഞാൽ ആത്മാവിന്റെ ശരിക്കുള്ള രൂപം നമുക്ക് മനസ്സിലാക്കാനും കാണാനും പറ്റും. ഓക്കെ മാജി. മംഗളമാതാജി പറഞ്ഞു. കൃഷ്ണ പ്രഭുജി, അതായത് ഇപ്പൊ പ്രഭുജി പറഞ്ഞല്ലോ, നമ്മുടെ ആത്മീയ ശരീരത്തെ നമുക്ക് മനസ്സിലാവാൻ നമ്മൾ ഗുണത്തിൽ ഉയരണം എന്നാണോ ഇതിൽ പറയുന്നത്? അത് ഞാൻ പറയുന്നു, ഇതിന്റെ ഒരു അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞാണ്. ഇതിൽ പറയുന്നത് നമ്മൾ ചെയ്യുന്നതെല്ലാം എന്താ പറഞ്ഞ ഈ ശ്ലോകം നോക്കി വരുമ്പോ അതാണോ അതിന്റെ കാതലായിട്ട് കിട്ടുന്നത്? അപ്പൊ അങ്ങനെ നമ്മള് ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ തലത്തിലേക്ക് നമ്മൾ ഉയരണം എന്ന്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നതാണ്, നമ്മൾ വിചാരിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ഞാനാണെന്നാണ്. അതെന്താണ്? ഈഗോ കാരണമാണ്. എനിക്ക് ആരാ ചെയ്തത്? നമ്മൾ ആരും പറയും ഞാൻ ചെയ്തു, ഇന്ന ആള് ചെയ്തു പറയും, ശരിയാണ്. പക്ഷെ അതിന്റെ ആഴത്തിലേക്ക് പോകുമ്പോ ഞാൻ ആത്മാവല്ല അവിടെ. നമ്മൾ ആക്ച്വലി 3 ഗുണത്തിന്റെ അധീനത്തിൽ പെട്ടിട്ട് 3 ഗുണങ്ങളാൽ അത് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആണോ? ഒന്നുകൂടി വായിച്ചു നോക്കാം. ദ സ്പിരിറ്റ് സോൾ ബെവിൽഡേഡ്. എന്താ ബെവിൽഡേഡ് എന്ന് പറഞ്ഞാൽ? ഭ്രമം അല്ലേ? എന്താണ് മലയാള വാക്ക്? പ്രഭാവത്താൽ, വിദ്യാഹങ്കാരത്തിന്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മ. കേൾക്കണ്ടോ? കേൾക്കാണ്ട്. എന്താണ് ബെവിൽഡേഡ്? അതിനെന്താ മലയാള വാക്ക്? ഭ്രമം എന്നല്ലേ? മോഹിതനായ മോഹിതനായ ജീവാത്മ. അതന്നെ, ഭ്രമിക്കപ്പെട്ടവൻ, മോഹിതനായത്. അത് ഇല്യൂഷൻ, ബെവിൽഡർമെന്റ്, അതിനെ സെയിം അർത്ഥം തന്നെ. അപ്പോ സ്പിരിറ്റ് സോള് ആക്ച്വലി ഭ്രമിക്കപ്പെട്ടിരിക്കുകയാണ്, മോഹിതന. എന്താണ്? ഞാൻ ഈ ശരീരമാകുന്നു എന്നുള്ള തെറ്റിദ്ധാരണയിൽ ജീവിക്കുകയാണ്. അതാണ് ഭ്രമം. അതാണ് ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ്. എന്തുകൊണ്ടാ കാരണം? ഫോൾസ് ഈഗോ. ശരിക്കുള്ള ഈഗോ അല്ല. ശരിക്കുള്ള ഈഗോ ഞാൻ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ്, ഭഗവാന്റെ നിത്യസേവകനാണ്. ഇതാണ് ശരിക്കുള്ള ഈഗോ. അത് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളുടെ സേവനാണ്, ഞാൻ ഇവിടെ ജീവിക്കുന്നത് എൻ്റെ സ്വാർത്ഥമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയാണ്, ഇന്ദ്രിയ ഭോഗത്തിനാണുള്ളത്. അപ്പോഴാണ് ഇതെല്ലാം കാരണം. ഇതിന്റെ ഭോക്ത ഞാനാണ്, എൻജോയർ ഞാനാണ്. പക്ഷെ ആക്ച്വലി ഇത് ചെയ്യുന്നത് സ്പിരിറ്റ് സോൾ അല്ല. ഈ 3 ഗുണം ആണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ ബോഡി, നമ്മൾ നേരെ വായിച്ച പോലെ ഈ മെക്കാനിസം ഓഫ് ബോഡി
നടക്കുന്നത് ഈ 3 ഗുണത്തിലാണ്. മനസ്സിലായി മാതാജി? ഈ അജ്ഞാനം എന്ന് പറയുന്നതും ഈ ഗുണം വന്നതുകൊണ്ട് ജ്ഞാനം വരുന്നത് അജ്ഞാനം ഗുണത്തിനനുസരിച്ച് തന്നെയല്ലേ അജ്ഞാനം വരുന്നത്? യെസ്. നമ്മളുടെ അജ്ഞതയുടെ ലെവല് നമ്മൾ ഏത് ഗുണത്തിലാണോ അതനുസരിച്ചൊരു കൂടി കുറഞ്ഞിരിക്കും. സത്വഗുണത്തിലുള്ള ആൾക്കാരുടെ ജ്ഞാനവും തമോ ഗുണത്തിലുള്ള ഒരാളുടെ ജ്ഞാനം ആത്മീയ തലത്തിലുള്ള ജ്ഞാനം പറയണത് കേട്ടോ, ഭൗതിക തലത്തിലുള്ള ജ്ഞാനമല്ല പറയുന്നത്. വ്യത്യാസമായിരിക്കും. ഭൗതിക തലത്തിൽ ചിലപ്പോൾ കൂടുതൽ ജ്ഞാനം, ഫോർ എക്സാമ്പിൾ ഓക്കെ, ഒരു എഞ്ചിനീയർ, തമോ ഗുണത്തിലുള്ള ആളെ എഞ്ചിനീയർ നല്ല ഒരുപാട് സ്കിൽസ് ഉണ്ടായിരിക്കും. അതേസമയം ഒരു സ്വാത്വികനായിട്ടുള്ള സത്വഗുണത്തിലുള്ള ആള്, അയാൾക്ക് എഞ്ചിനീയറിംഗ് ഒന്നും അറിയില്ല, ആത്മീയ തലത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അയാൾ അജ്ഞത എന്ന് പറയാൻ പറ്റില്ല. മെറ്റീരിയൽ നോളജും സ്പിരിച്വൽ നോളജും പരാജ്ഞാനം അപരാജ്ഞാനം വ്യത്യാസമാണ്. അപ്പോൾ പരാജ്ഞാനമാണ് ഏറ്റവും, അതാണ് ബേസിസ്, ഫൗണ്ടേഷൻ. അതുണ്ടെങ്കിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആദി ശങ്കരാചാര്യർ, രാമാനുജാചാര്യർ, മാധവാചാര്യർ, ഇവരൊന്നും യൂണിവേഴ്സിറ്റിയിലും കോളേജിലും പോയിട്ട് പഠിച്ചൊന്നല്ല. അതെ, ഏതെങ്കിലും കോളേജ് ലാബിൽ പോയിട്ട് പഠിച്ചിട്ടുണ്ടാവും. സയന്റിസ്റ്റ് ആയിട്ട് എന്തെങ്കിലും PhD തീസിസ് ഒക്കെ കഴിച്ചിട്ട് പഠിച്ചല്ല. അവർ ഗുരുകുലത്തിൽ പഠിച്ചു, ഭഗവാന്റെ കൃപ കിട്ടി, ഭഗവാനെ ധ്യാനിച്ചു, ഉപാസിച്ചു, ഭഗവാന്റെ കൃപ കൊണ്ട് അവർക്ക് ഓട്ടോമാറ്റിക്കലി ജ്ഞാനം കിട്ടി. എന്നിട്ടാണ് ഇത്രയും വലിയ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഓരോ വേദങ്ങൾക്കും ഉപനിഷത്തുകൾക്കും വ്യാഖ്യാനങ്ങളും അതൊക്കെ എഴുതാനുള്ള കഴിവ് ഇവിടുന്ന് കിട്ടി. കോളേജിൽ ആരെങ്കിലും പഠിപ്പിച്ചിട്ടല്ല. ഉപാസന കൊണ്ട് ഓട്ടോമാറ്റിക്കലി ജ്ഞാനം കിട്ടുന്നു, ഭഗവാന്റെ ബ്ലെസ്സിങ്സ് കിട്ടുന്നു. അപ്പൊ അവർക്ക് സയൻസും മാത്സും കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും എല്ലാം അറിയുന്നു. നമ്മൾ ഇന്ന് തലകുത്തി നിൽക്കണം ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എത്രയോ കാലം അല്ലേ. പക്ഷെ അവർക്ക് എന്താ, വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള നോളജ് ധ്യാനത്തിലൂടെ കിട്ടുന്നു, ഗുരുവിന്റെ ബ്ലെസ്സിങ്സ് കൊണ്ട് കിട്ടുന്നു, ഭഗവാന്റെ ബ്ലെസ്സിങ്സ് കൊണ്ട് കിട്ടുന്നു. അവരൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്നില്ല, ഒരു ലാബോറട്ടറിയും പോയിട്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല. പക്ഷെ അവർ അന്ന് എഴുതി വെച്ചിട്ടുള്ള ഈ ഓരോ സബ്ജക്ട് മാറ്റേഴ്സും 64 ദിവസം കൊണ്ട് 64 സബ്ജക്ട് മാറ്റേഴ്സാണ്, ആർട്സ് ആണ് ഭഗവാൻ കൃഷ്ണനും ബലരാമനും സാന്ദീപനി ആശ്രമത്തിൽ പഠിച്ചത്. ഒരു ദിവസം വരുത്. ഇങ്ങനെ 64 കലകൾ നമ്മൾ ഇന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ 64 കൊല്ലം പോരാ നമുക്ക്, എന്നാലും പെർഫെക്ഷൻ കിട്ടൂല. അപ്പൊ 60 ദിവസം കൊണ്ട് 64 കലകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ കൃപ, ഭഗവാന്റെ കൃപ, ഇതാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാം നമ്മുടെ എഫേർട്ട് അല്ല. നമ്മുടെ എഫേർട്ട് തീർച്ചയായിട്ടും വേണം, പക്ഷെ കൃപ, ഭഗവാന്റെയും ഗുരുവിന്റെയും കൃപ വേണം. അപ്പോൾ എല്ലാം നടക്കും. അതുകൊണ്ടാണ് നമ്മളുടെ സനാതന ധർമ്മത്തിൽ ഇത്രയും നമുക്ക് ഇമ്പോർട്ടൻസ് ഗുരുവിന് കൊടുക്കുന്നത്. ഗുരു എംപവർ ചെയ്യാണ്, ഗുരു നമ്മളെ ബ്ലെസ് ചെയ്യാണ്. ആ ബ്ലെസ്സിങ്സില് ആ പവറുണ്ട്, ശക്തിയുണ്ട്. ഇന്നത്തെ ബ്ലെസ്സിങ്സ് ഇതില്ല. കാരണം ആ ബ്ലെസ്സിങ്സ്, അനുഗ്രഹം കൊടുക്കുന്ന ആള് തമോ ഗുണത്തിലായിരിക്കും. അപ്പൊ എന്ത് തപോബലം ഉണ്ടായിരിക്കും? സാത്വികനാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പാപകർമ്മങ്ങളിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ബ്ലെസ്സിങ്സിനും ഇതുണ്ടാവില്ല. അതാണ് വ്യത്യാസം. ഓക്കെ മാജി, ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പ്രജു. ഗുണം ശരിയായാ മതി പ്രഭു അല്ലേ? ഇത് മാറിപ്പോയി. പക്ഷെ ഇത് മിക്സ് ആയിട്ടല്ലേ പ്രഭു നമ്മുടെ അല്ലേ? നമ്മള് 3 ഗുണം നമ്മളെ ഉണ്ട്. ഹരേ കൃഷ്ണ. കേൾക്കാല്ലേ പ്രഭുജി? അല്ല, നേരത്തെ ഞാൻ പറഞ്ഞു കേട്ടുവോ? ആ കേട്ട്. ഓക്കെ, ഇവിടെ ഇലക്ട്രിസിറ്റി 2 പ്രാവശ്യം വന്നു പോയി, അതുകൊണ്ട് എനിക്ക് അറിയില്ല അത്. ഓക്കെ, പ്രഭു ശരി.
ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത നമ്മുടെ റെഗുലർ ശ്ലോകത്തിലേക്ക് പോവാം. ഏതാണ് നമ്മുടെ 6:24. 6:24. അല്ലേ സ്മിത മാതാജി? മാതാജി പിന്നെ ഒന്ന് നോക്കി പറയേ. ഏതാ ഇംഗ്ലീഷ്? 24 അല്ലേ 24 എടുത്തതാ? എടുത്ത പോലെ എനിക്ക് തോന്നുന്നു. നെക്സ്റ്റ് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം 20, 21, 22 അല്ലേ എടുത്തത്? 3 ഒരുമിച്ചിട്ട്. അതെ മാതാജി, ഹരേ കൃഷ്ണ. അതെ, ഞാൻ അടുത്ത ശ്ലോകം എടുക്കണം. അപ്പൊ 23 എടുക്കണ്ടേ? 23, 24? 24, 24. ചെയ്തിട്ടുള്ളത് എടുത്തണോ? ഇല്ല, എടുത്തിട്ടില്ല കേട്ടോ അത്. അപ്പൊ 24 എടുത്തുടങ്ങണ്ടല്ലേ? ഓക്കെ, ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 6, 24 ശ്ലോകം. സ നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണ ചേതസാം സങ്കൽപ്പ പ്രഭവാൻ കാമാം ത്യക്ത്വാ സർവാൻ അശേഷതാം മനസ്സൈവേന്ദ്രിയ ഗ്രാമം വിനിയമ്യാസനാത് സമന്തതാം. സ നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണ ചേതസാം സങ്കൽപ്പ പ്രഭവാൻ കാമാം ത്യക്ത്വാ സർവാൻ അശേഷതാം മനസ്സൈവേന്ദ്രിയ ഗ്രാമം വിനിയാമ്യ സമന്തതാം. ഹരേ കൃഷ്ണ. ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സാ നിശ്ചയേന യോഗോ നിർവിണ്ണ ചേതസ സങ്കൽപ്പ പ്രഭവാൻ കാമാം സ്ത്യക്തോ സർവാനശേഷതഃ മനസൈവേന്ദ്രിയ ഗ്രാമം വിനിയമ്യേ സമന്തതഃ. ഹരേ കൃഷ്ണ. മംഗള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ നിശ്ചയേന യോക്തവ്യം യോഗം അനിർവിണ്ണ ചേതസാ സങ്കൽപ്പ പ്രഭവാൻ കാമാം त्यक्ता സർവാനശേഷതഃ മനസ്സേവേന്ദ്രിയ ഗ്രാമം വിനിയമ്യ സമന്തതാ. ഹരേ കൃഷ്ണ. സുജി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ നിശ്ചയേന യോക്തവ്യോ യോഗോ അനിർവിണ്ണ ചേതസാ സങ്കൽപ്പ പ്രഭവാൻ കാമാം ത്യക്ത്വാ സർവനശേഷതാ മനസ്സൈവേന്ദ്രിയ ഗ്രാമം വിനിയമ്യ സമന്തതാ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. സ നിശ്ചയേന യോക്തവ്യ യോഗ അനിർവിണ്ണ ചേതസാ സങ്കൽപ്പ പ്രഭവാൻ കാമ്യാസ്തക്ത സർവാനശേഷ്യതഃ മനസ്സൈവേന്ദ്രിയ ഗ്രാമം വിനയം മന്ദത. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം കൂടി വായിച്ചോളൂ. വിവർത്തനം: സ്ഥൈര്യത്തോടും വിശ്വാസത്തോടും കൂടി വേണം യോഗ പരിശീലനത്തിൽ ഏർപ്പെടുവാൻ. വഴി മാറുകയുമരുത്. മനസ്സിൽ തോന്നിയ ഭൗതികങ്ങളായ എല്ലാ ആഗ്രഹങ്ങളും ഒന്നൊഴിയാതെ ഉപേക്ഷിക്കുകയും മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും വേണം. ഹരേ കൃഷ്ണ. Haribol. One should engage oneself in the practice of yoga with determination and faith and not be deviated from the path. One should abandon without exception all material desires born of mental speculation and thus control all the senses on all sides by the mind. എന്താണ് ഭഗവാൻ പറയുന്നത്? യോഗ, അഷ്ടാംഗ യോഗ, ധ്യാന യോഗ. അപ്പോൾ അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്താലും നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർ പാത്ത്, നല്ല ഡിറ്റർമിനേഷൻ വേണം, നിഷ്ഠ. 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് വിടാൻ പറ്റില്ല. ഓക്കെ, ഇത് ഞാൻ ചെയ്യാൻ പോവാണ്, ഇതിൻ്റെ സക്സസ്, വിജയം കൈവരിച്ചിട്ടേ ഞാൻ നിർത്തുള്ളൂ. പാതി വഴിക്കിട്ട് 2 ദിവസം കഴിഞ്ഞാൽ എനിക്ക് വയ്യ പറഞ്ഞ് തിരിച്ചു പോകാനും പറ്റില്ല. അപ്പോൾ ആ ഡിറ്റർമിനേഷൻ വേണം. നമ്മൾ എന്തൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളുടെ 100% സിൻസിയർ എഫേർട്സ് അതിൽ വേണം. എന്നാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. അപ്പം ഇവിടെ വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സാധാരണ കാര്യമല്ല, ഭഗവാനുമായിട്ടുള്ള ഒരു യൂണിയന് വേണ്ടിയിട്ട് ഉള്ള പ്രയത്നമാണ് ഇത്.
മനുഷ്യ ജീവിതത്തിന് മാത്രം കിട്ടുന്ന ഒരേ ഒരു അനുഗ്രഹമാണ്. വേറെ ഒരു സ്പെഷീസിനും വേറെ ഒരു യോനിയിലും കിട്ടാത്ത ഒരു അനുഗ്രഹമാണ് നമുക്ക്. അപ്പൊ അത് നമ്മൾ അത്ര സില്ലിയിൽ എടുക്കാൻ പറ്റില്ല, അത്ര നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയും വലിയൊരു കാര്യം ചെയ്യുമ്പോൾ അതിനുള്ള നിഷ്ഠ, ഡിറ്റർമിനേഷൻ നമുക്ക് വേണം. പിന്നെ ഈ പ്രോഗ്രാം ഇതിലെ ഫെയ്ത്ത്, വിശ്വാസമാണ്. ഇറ്റ് വർക്ക്സ്. ഇത് കളിയല്ല. ഇത് തീർച്ചയായിട്ടും ആചാര്യന്മാര് തന്നാണ്, വ്യാസദേവൻ സ്വയം തന്നാണ്. വ്യാസദേവൻ ആരാണ്? ഭഗവാന്റെ ശക്തിയാവേശവതമാണ്. ഭഗവാൻ എന്ത് പറയുന്നതോ എന്താണ്? ധർമാം തു സാക്ഷാത് ഭഗവത് പ്രണീത. അതാണ് ധർമ്മം. ഭഗവാൻ എന്ത് പറയുന്നത് ധർമ്മമാണ്. അപ്പോൾ ആ തിരുമുഖത്തു നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അത് വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. നോക്കാം, ഒരു കൈ നോക്കാം, ഇല്ലെങ്കിൽ പറ്റില്ല, നമുക്ക് വിട്ടുപോകാം. അപ്പൊ നമ്മൾ വളരെ ഡിറ്റർമിനേഷനോടുകൂടി, നല്ല വിശ്വാസത്തോടുകൂടി, നമ്മളുടെ വഴിയിൽ നിന്ന് പിന്തിരിയാതെ നമ്മൾ ആ സിംഗിൾ പോയിന്റ് അറ്റൻഷനിൽ ചെയ്യണം. നമ്മളുടെ മനസ്സ് ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ധ്യാനിക്കാനിരിക്കുന്ന സമയത്ത് വീട്ടിൽ ഭാര്യ എന്താണ് ചെയ്യുന്നത്, ഭർത്താവ് എന്താ ചെയ്യുന്നത്, കുട്ടികളെന്താ ചെയ്യുന്നത്, ഓഫീസിൽ എന്താവും നടന്ന ധ്യാനം നടക്കില്ല. ഓ, അതിന് ധ്യാനം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ജപമൊക്കെ അങ്ങനെ ചെയ്യണ്ടായിരിക്കും. ജപിക്കുന്നുണ്ടാവും, അതാ ആ ചോറ് വന്ന് നോക്കാം പറയും, അതില്ലെങ്കിൽ അത് ചെയ്തോളൂ ഇത്. അപ്പൊ അതൊക്കെ വേറെ കാര്യം. പക്ഷെ ധ്യാനം, അഷ്ടാംഗ യോഗ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഷുഡ് നോട്ട് ബി ഡിവിയേറ്റഡ് ഫ്രം ദ പാത്ത്. സിംഗിൾ പോയിന്റ് അറ്റൻഷൻ, ടോട്ടലി എക്സ്ക്ലൂസീവ്. വൺ ഷുഡ് അബാൻഡൻ വിതൗട്ട് എക്സെപ്ഷൻ. നമ്മളെല്ലാം വിടണം. ഓൾ മെറ്റീരിയൽ ഡിസൈർസ്. നമ്മുടെ മനസ്സിലെ ഒരു തരത്തിലുള്ള ഭൗതിക ആഗ്രഹങ്ങൾ പാടില്ല. ഇതൊക്കെ ധ്യാനയോഗത്തിനുള്ള ക്രൈറ്റീരിയ ഉണ്ടോ? അഷ്ടാംഗ യോഗത്തിലുള്ള ക്രൈറ്റീരിയ ആണ്. നോ ഡിസൈർസ് ബോൺ ഓഫ് മെന്റൽ സ്പെക്കുലേഷൻ ആൻഡ് ദസ്. പിന്നെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മൾ നമ്മളുടെ അധീനത്തിൽ കൊണ്ടുവരണം. ഓൺ ഓൾ സൈഡ് ബൈ ദ മൈൻഡ്. മനസ്സുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്യണം. ഒന്നിനെയും കടിഞ്ഞാണ് വിട്ടിട്ടുള്ള കുതിരകളെ പോലെ ഓടാൻ സമ്മതിക്കാൻ പാടില്ല. കടിഞ്ഞാണില്ലാത്ത കുതിരകളെ, അത് 5 ഉണ്ടെങ്കിൽ 5 ഡയറക്ഷനിലേക്ക് ഓടും. കൺട്രോൾ ചെയ്യാൻ മതി. കടിഞ്ഞാണുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പൊ നമ്മളുടെ വിചാരിക്കുന്ന ആ ഡയറക്ഷൻ. അപ്പൊ അങ്ങനെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് അതിനെ നമ്മളുടെ അധീനത്തിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ അത് ഓടും, അല്ലേ? നമ്മൾ പറയില്ലേ, എന്തൊരു ചെല്ലുണ്ട്, എവിടെ ചണ്ടപ്പുറത്ത് കോല് വെച്ചോടത്തൊക്കെ പോകുന്നു പറയില്ലേ? എവിടെ ശബ്ദം കേട്ടു അവിടേക്ക് നമ്മുടെ മനസ്സ് പായും. അപ്പൊ അതിനെ എന്താ പറയുക, ഫോക്കസ് ചെയ്തിട്ട് അതിനെ സിംഗിൾ പോയിന്റ് അറ്റൻഷനിൽ കൊടുത്തിട്ട് ഭഗവാനിൽ മാത്രം അർപ്പിച്ചിട്ട് ധ്യാനയോഗം, അഷ്ടാംഗയോഗം ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഭൗതിക ഇച്ഛകളും ആഗ്രഹങ്ങളും ഉണ്ടാവാൻ പാടില്ല. എന്തുകൊണ്ട് അത് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത്? ഒരു തരത്തിലുള്ള ഭൗതിക ഇച്ഛകളും പാടില്ല. മനസ്സ് വരുതിയിൽ വരില്ല. മനസ്സ് അതാണോ? വരുതിയിൽ വരില്ല. നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോയി. ഇപ്പൊ എനിക്ക് ആ ഭൗതിക, ഇപ്പൊ മക്കളെ പറ്റി ചിന്തിക്കുകയാണ്, ഭാര്യയെ പറ്റി ചിന്തിക്കുകയാണ്, ഭർത്താവിനെ പറ്റി ചിന്തിക്കുകയാണ്, എന്റെ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുക, മനസ്സ് അവിടേക്ക് പോവില്ലേ? അപ്പൊ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതെ. അപ്പൊ നമുക്ക് ഈ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, നമുക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ്സ് ഉണ്ടാവും ഭൗതികമായിട്ട്. ഭാര്യയോടോ, ഭർത്താവിനോടോ, മക്കളോടോ, പണത്തിനോടോ, സ്ഥാനമാനങ്ങളോടോ, അതിനോടൊക്കെ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് അവിടേക്ക് പോകും. അപ്പൊ അതൊക്കെ നമ്മൾ ന്യൂട്രലൈസ് ആക്കണം. ഒന്നുമില്ല, ഭഗവാനെ മാത്രം കേന്ദ്രീകരിച്ച് നമ്മൾ ഇത് ചെയ്യണം. ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്ത് ആരെങ്കിലും? അപ്പൊ അതുകൊണ്ട് അഷ്ടാംഗ യോഗം, ധ്യാനയോഗം ഈ കാലത്തിൽ പറയുന്നുണ്ട്. അതിനുള്ള ആ ഒരു അവസരം നമുക്ക് തന്നു. അതാണ് സത്യയോഗം. അന്നത് സാധ്യമായിരുന്നു, ഇന്ന് സാധിക്കില്ല. പ്രോസസ്സ് തെറ്റല്ല, അഷ്ടാംഗയോഗം ധ്യാനയോഗം തെറ്റല്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയം തെറ്റാണ്. അത് സ്യൂട്ടബിൾ അല്ല, കണ്ടീസീവ് അല്ല, അത്രേ ഉള്ളൂ.
ധ്യാനയോഗം നടക്കും, ഹോമയജ്ഞാദികൾ നടക്കും, എലാബറേറ്റ് ടെമ്പിൾ വർഷിപ്പ് നടക്കും. പക്ഷെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സമയത്തല്ല നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. അത്രേ ഉള്ളൂ. പ്രോസസ്സിന് യാതൊരു കുഴപ്പമില്ല. ടൈം ഈസ് ഡിഫറെന്റ്. അല്ലാണ്ട് അയ്യോ യോഗ ആർക്കും ചെയ്യാൻ പറ്റില്ല അങ്ങനെ വിചാരിക്കാൻ പാടില്ല. യോഗ ചെയ്യാൻ പറ്റും, അതിൻ്റെതായിട്ടുള്ള സമയത്ത്, ആ കാലം, അത് ഇപ്പോഴല്ല എന്ന് മാത്രം. അപ്പോൾ കൺട്രോൾ ഓൾ ദ സെൻസസ് ബൈ ഓൺ ഓൾ സൈഡ്സ് ബൈ ദ മൈൻഡ്. മനസ്സാണ് എൻ്റെ സെൻട്രൽ പിവറ്റ്. മനസ്സുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ പറഞ്ഞ് കുട്ടികളെ നമ്മളെങ്ങനെ ശാസിച്ചിട്ട് പഠിപ്പിക്കുന്നത്, സിഗരറ്റ് വലിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഡെയിലി സ്കൂളിൽ പോകുമ്പോൾ അവർ മെച്യൂരിറ്റി വരുന്നവരെ ആ കൂട്ടുകെട്ട് പാടില്ല, അവരെങ്ങനെ വീണ്ടും വീണ്ടും അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവരെ തലയിൽ കാരണം മനസ്സാണ്. മനസ്സ് ഏതെങ്കിലും കുട്ടികൾ കൂട്ടുകാരന്മാരെ വിളിച്ചാൽ നമുക്ക് അവിടെ പോവാം, അപ്പൊ ഉടനെ നമുക്ക് ഈ നമ്മുടെ തലയിൽ വരണം, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, തെറ്റാണ്. അപ്പോൾ അവിടെ മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് ഞാൻ വരില്ല, ഞാൻ പോകുന്നില്ല, സിനിമയ്ക്ക് പോകാം നമുക്ക്, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാൻ പോകും, നിങ്ങൾ പൊക്കോളൂ, ഞാനില്ല. ഉടനെ അച്ഛൻ്റെയും അമ്മയുടെയും ഇൻസ്ട്രക്ഷൻ നമ്മുടെ മനസ്സിൽ വരണം. ആ മനസ്സുകൊണ്ട് നമ്മൾ അതിനെ നിയന്ത്രിക്കണം. അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ നിയന്ത്രിച്ച് അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റത്തിൽ അത് അലിഞ്ഞു ചേരും. ഒരാളും പറഞ്ഞു തരണ്ടാവില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് അത് അങ്ങനത്തെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവില്ല. അതാണ് പറയുന്നത് ഓൾ ദി സെൻസസ് ഓൺ ഓൾ സൈഡ് ബൈ ദ മൈൻഡ്. മനസ്സാണ്. അതാണ് നേരത്തെ പറഞ്ഞ ശ്ലോകത്തിലും ഉദരേത് ആത്മനാത്മാനം. ആത്മാ എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സാണ്. ആ മനസ്സുകൊണ്ട് നമ്മളുടെ ഇതിനെ ഉദ്ധരിക്കണം. എന്തിനെ? ആത്മാവിനെ. എന്തുകൊണ്ട് ഉദ്ധരിക്കണം? അത് പ്യുവറാണ് അല്ലേ? നമ്മളുടെ ആത്മാവ് പ്യുവറാണ്. പിന്നെ എന്തിനാ ഉദ്ധരിക്കുന്നത്? ആത്മാവ് സച്ചിദാനന്ദമാണ്. ഇപ്പൊ എന്താ അവിടെ ഉദ്ധരിക്കാനുള്ള കാരണം? 3 ഗുണത്തില് പെട്ടിട്ട് നടക്കുകയാണ് മനസ്സ്. അഹങ്കാര വിമൂഢാത്മാ. അഹങ്കാരം എന്താണ്? ഞാൻ ഈ ശരീരമാകുന്നു എന്നുള്ള തെറ്റിദ്ധാരണ. ആ ഫാൾസ് ഈഗോന്ന് ട്രൂ ഈഗോയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് മനസ്സ്. അപ്പൊ ആ മനസ്സ് ആ തലത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ മനസ്സ് പ്യുവർ ആവണം. മനസ്സിനെ പ്യുവർ ആക്കാൻ എന്താണ് വിദ്യ? ചാൻഡിങ്. ഹരിബോൽ മന്ത്ര. മന ഇതി ത്രായതേ മന്ത്ര. ഓക്കെ, മനസ്സിനെ അപ്പോൾ മന്ത്രം കൊണ്ട് നമ്മൾ പ്യൂരിഫൈ ചെയ്യണം. ആ മനസ്സ് നമ്മൾ ഇന്റേൺ സെൻസസിനെ, ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യണം. ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്താൽ എന്താണ് നമുക്ക് ലാഭം? ഇന്ദ്രിയ വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങൾക്ക് ആസക്തി ഉണ്ടാവില്ല അല്ലേ? ശബ്ദസ്പർശ രൂപ രസഗന്ധ, ഈ 5 ഇന്ദ്രിയ വിഷയങ്ങളിൽ 5 ഇന്ദ്രിയങ്ങൾ ഏർപ്പെടുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ മനസ്സിന് മാത്രമേ പറ്റൂ. ആ മനസ്സിന് വേണ്ടുന്ന ഡിസ്ക്രിമിനേറ്ററി പവർ കൊടുക്കുന്ന ആരാണ്? ഇന്റലിജൻസ്, ബുദ്ധി. ആ ഇന്റലിജൻസിനെ നമ്മൾ ഷാർപ്പ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? ഗ്രന്ഥപഠനം, സ്വാധ്യായം. ഹരിബോധം. അങ്ങനെ നമ്മള് അപ്പോൾ ഹൈറാർക്കി അനുസരിച്ചിട്ട് ഡൾ മാറ്റർ ഭൂമി റാപ്പോ അനലോ വായു കം അല്ലേ? ഡൾ മാറ്റർ, സെൻസസ്, സെൻസ് ഒബ്ജക്ട്സ്, മൈൻഡ്, ഇന്റലിജൻസ്, സോൾ. ആ സോളാണ് ഇപ്പോൾ ഭ്രമിക്കപ്പെട്ടിരിക്കുന്നത്, അഹങ്കാരം എന്നുള്ള ആ ഒരു എലിമെന്റ് കാരണം, തെറ്റിദ്ധാരണ കാരണം. അപ്പൊ അതിനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നത്, ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മാവഹി ആത്മനോ ബന്ധുർ ആത്മാവ. അപ്പൊ ആ മനസ്സിനെ നമ്മൾ ശരിക്കും എൻഗേജ് ചെയ്തില്ലെങ്കിൽ എന്താണ്? അത് താഴോട്ട് പോകും, അധമത്തിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ആ നമ്മുടെ മനസ്സിന് നമ്മളുടെ ശത്രുവാകും, ഏറ്റവും വലിയ ശത്രുവാകും. നേരെ മറിച്ച് ആ മനസ്സിനെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, ഉദ്ധരിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ, അത് നമ്മുടെ നല്ലൊരു സുഹൃത്തായിരിക്കും.
Okay, purport. The yoga practitioner should be determined and should patiently prosecute the practice without deviation. ഇത് പറഞ്ഞിരിക്കുന്ന യോഗ പ്രാക്ടീഷണർ. അതുകൊണ്ടാണ് നമുക്ക് കലികാലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കലികാലത്തിൽ നമ്മളുടെ ചഞ്ചലം ഹി മനഃകൃഷ്ണ, നമ്മുടെ മനസ്സ് ചഞ്ചലമാണ്. അപ്പൊ അതിന് പറ്റിയത് എന്താ പറയുക? നാമസങ്കീർത്തനം, നാമജപം. അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അപ്പൊ ഇത് യോഗ പ്രാക്ടീഷണർക്ക്, യോഗ അഭ്യാസം ചെയ്യുന്ന, അഷ്ടാംഗ യോഗം അല്ലെങ്കിൽ അഠയോഗം ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇതാണ്. അതുകൊണ്ട് വളരെ ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ ഈ പ്രാക്ടീസ് യാതൊരു വ്യതിചലനവും ഇല്ലാതെ ചെയ്യണം. വൺ ഷുഡ് ബി ഷ്യൂർ ഓഫ് സക്സസ് അറ്റ് ദ എൻഡ് ആൻഡ് പെർസ്യൂ ദിസ് കോഴ്സ് വിത്ത് ഗ്രേറ്റ് പെർസവറൻസ്, നോട്ട് ബിക്കമിങ് ഡിസ്കറേജ് ഇഫ് ദർ ഇസ് എനി ഡിലേ ഇൻ ദ അറ്റൈൻമെന്റ് ഓഫ് സക്സസ്. അപ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്, നിഷ്ഠയോട് കൂടിയിട്ട് നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റും. അതിന് എന്തെങ്കിലും ഡിലേ വന്നാൽ, എന്തെങ്കിലും കാരണവശാൽ അത് വൈകിയാലും, നമ്മുടെ അതായത് പെർഫെക്ഷൻ സ്റ്റേജിൽ എത്താൻ പറ്റിയില്ലെങ്കിലും വി വിൽ നോട്ട് ബി ഡിസ്കറേജ്ഡ്. വി ഷുഡ് നോട്ട് ബി ഡിസ്കറേജ്ഡ് റാദർ. സക്സസ് ഇസ് ഷുവർ. വിജയം തീർച്ചയാണ്. ആർക്ക്? ഫോർ എ റിജിഡ് പ്രാക്ടീഷണർ. അത്രയും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന ഒരു ഭക്തൻ അത് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ പറ്റും. അല്ലാണ്ട് 2 ദിവസം കഴിഞ്ഞു ക്ഷമയില്ല, ഞാൻ വിടാൻ പോവാണ്, എനിക്ക് വയ്യ, ഒരു റിസൾട്ടും കാണുന്നില്ല, അത് അവർക്ക് പറഞ്ഞതല്ലത്, ക്ഷമയില്ലാത്തവർക്കല്ല. റിഗാർഡിംഗ് ഭക്തി യോഗ, രൂപ ഗോസ്വാമി സേസ്. അപ്പോൾ ഇവിടെ രൂപ ഗോസ്വാമിയുടെ ഇത് പറയാണ് നെറ്റർ ഓഫ് ഇൻസ്ട്രക്ഷനിലെ, ഉത്സാഹാൻ നിശ്ചയ ധൈര്യാത് തത്തത് കർമ്മ പ്രവർത്തനാത് സംഗത്യാഗ സദോ വൃത്തെ ഷഡ്ബിർ ഭക്തി പ്രസിദ്ധ്യതി. One can execute the process of Bhakti Yoga successfully with full-hearted enthusiasm, perseverance, and determination by following the prescribed duties in the association of devotees and by engaging completely in activities of goodness. അപ്പോൾ ഭക്തി യോഗ വളരെ സരളമായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് അഷ്ടാംഗ യോഗത്തിനെ സംബന്ധിച്ച് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങൾ വ്യത്യാസമുണ്ട്. സത്യയുഗമല്ല, ത്രേതായുഗമല്ല, ദ്വാപരയുഗമല്ല, കലിയുഗമാണ്. അപ്പോൾ കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്നത് നാമസങ്കീർത്തനം. ഹരേ നാമ ഹരേ നാമ ഹരേ നാമ ഇവ കേവലം കലവും നാസ്തിയേവ 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 ഗതിരന്യത. ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ബൃഹദാരണ്യക പുരാണത്തിലെ ഇത് എപ്പോഴും നമ്മുടെ ഖണ്ഡത്തിലുണ്ടായിരിക്കണം എന്ന്. ഹരിനാം. ഓക്കെ, നമ്മുടെ ഖണ്ഡത്തില് എപ്പോഴും ഈ ഒരു ഇൻസ്ട്രക്ഷൻ വേണം. നമ്മുടെ ഖണ്ഡത്തില് ഇൻവിസിബിൾ ചെയിനായിട്ട് വേറൊരു ശ്ലോകം കൂടിയും പറഞ്ഞിരുന്നു. തൃണാദപി സുനിചേന തരോരപി സഹിഷ്ണുന അമാനീന മാനദേന കീർത്തനീയ സദാരി. ഇത് നമുക്ക് കാണാത്തൊരു ചെയിനാണ്. കാണില്ല, പക്ഷെ എപ്പോഴും ഉണ്ടായിരിക്കണം. അതെപ്പോഴും നമ്മുടെ കഴുത്തിൽ ഇത് എപ്പോഴും അണിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ വരണം. മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം? തൃണാദപി സുനിചേന തരോരപി സഹിഷ്ണു. ഈ തരത്തിലായിരിക്കും നമ്മൾ മറ്റുള്ളവരുടെ ഡീൽ ചെയ്യേണ്ടത്, എസ്പെഷ്യലി ഭക്തന്മാരോട്. എന്നാ പിന്നെ അഭക്തന്മാരോട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഡീൽ ചെയ്യാന്നല്ല അതിൻ്റെ അർത്ഥം. അവിടെ കുറച്ച് ഡിപ്ലോമസി യൂസ് ചെയ്യേണ്ടി വരും. എന്താണ് ഡിപ്ലോമസി? അവർക്ക് ഈ തലത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോൾ ഓഫീസിൽ പോയിട്ട് ഞാൻ പറയാണ്, ഞാൻ ഭക്തനാണ്, ഞാൻ ഹമ്പിളാണ്, മീക്കാണ്, ഞാൻ നിങ്ങളൊന്നും ശകാരിക്കില്ല, എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല, അങ്ങനെ ഞാൻ പെരുമാറിയാൽ എൻ്റെ ജോലി നടക്കില്ല. എൻ്റെ ജോലി, ഞാനൊരു ഉത്തരവാദിത്തമുള്ള ഒരു പൊസിഷനാണെങ്കിൽ സഹപ്രവർത്തകരോട് എങ്ങനെ പെരുമാറണം എന്ന് എനിക്ക് അറിഞ്ഞിരിക്കണം. അവരോടൊന്ന് എങ്ങനെ ജോലി, അപ്പോൾ അവിടെ ചിലപ്പോൾ ദേഷ്യപ്പെടേണ്ടി വരും. അവിടെ അയ്യോ ഞാൻ ഹമ്പിളാണ്, മീക്കാൻ വേണ്ട കാര്യമില്ല, ചിലപ്പോൾ ശകാരിക്കേണ്ടി വരും. അപ്പോൾ അതൊരു ഡ്യൂപ്ലിസിറ്റി അല്ല വെച്ചാൽ ചില സമയത്ത് ഡ്യൂപ്ലിസിറ്റീസ് ആവണം. കാരണം നമ്മൾ ഭൗതിക ലോകത്തിൽ ഇടപെടുന്ന ആൾക്കാരുടെ കോൺഷ്യസ്നെസ് എങ്ങനെയാണ് അതനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി കാണിക്കുള്ളൂ, ഇന്റേണലി നമുക്കറിയാം എല്ലാവരും ഒരേപോലെയാണ്, എല്ലാം ഭഗവാന്റെ പാഠം പാസം. എക്സ്റ്റേണലി നമ്മൾ അങ്ങനെ ചിലപ്പോൾ ദേഷ്യം കാണിക്കാം. അത് അതിൻ്റെ ഉദ്ദേശം നല്ലതായിരിക്കും, ഉദ്ദേശശുദ്ധിയായിരിക്കണം, അവരുടെ നന്മയ്ക്കും അതായിരിക്കണം. ദേഷ്യം അല്ലാണ്ട് ഗ്രഡ്ജ് വെക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെയാണ് ചൈതന്യ മഹാപ്രഭു രഘുനാഥ് ദാസ് ഗോസ്വാമിയോട് പറഞ്ഞത്, സമയമായിട്ടില്ല, അതിൻ്റെ സമയം വരുമ്പോൾ ഓട്ടോമാറ്റിക് വരും, എൻ്റെ അടുത്ത് വരും,
അപ്പൊ അതുവരെ നല്ലൊരു ഗ്രോസ് മെറ്റീരിയലിസ്റ്റ് ബിസിനസ്മാൻ ആയിട്ട് അഭിനയിക്കാനാണ് പറഞ്ഞത്. എക്സ്റ്റേണലി അച്ഛനും അമ്മയ്ക്കും വിചാരിക്കണം, പിന്നെ ഇതിനോട് മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ, വേറെ ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ല, വെറും ബിസിനസ് മാത്രമേ ഇൻട്രസ്റ്റ്. അപ്പോൾ നല്ലൊരു ബിസിനസ്മാൻ ആയിട്ട് അവിടെ അഭിനയിക്കുക, പിന്നെ സമയം വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റും. അപ്പോൾ എക്സ്റ്റേണലി വളരെ അറ്റാച്ച്മെന്റ് ആയിട്ടും ഇന്റേണലി ടോട്ടലി ഡിറ്റാച്ച്ഡും അങ്ങനെ പെരുമാറാനാണ് പറഞ്ഞത്. അതേപോലെ നമ്മളും ഭൗതിക ലോകത്തിൽ എസ്പെഷ്യലി ഇന്ന് കലികാലത്ത് ജീവിക്കുന്ന സമയത്ത് ചിലപ്പോൾ മുഖംമൂടി അണിയേണ്ടി വരും. നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിലാണ്, ചില സമയത്ത് ചില നാടകങ്ങൾ കളിക്കേണ്ടി വരും. പിന്നെ ഉത്തമ അധികാരിയാണ്, അവർക്ക് പിന്നെ നാടകങ്ങളൊന്നും കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഉത്തമ അധികാരിയല്ല, നമ്മൾ സമൂഹത്തിൽ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ്. ഒരു ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ, പക്ഷെ ഇന്റേണലി വി ഷുഡ് ബി പ്യുവർ ആൻഡ് ക്ലിയർ. ആരോടെ ഒരു ശത്രുതയും ഒരു ഗ്രജ്ജും ഇല്ലാതെ നമ്മൾ നിൽക്കണം. അപ്പോൾ ഉത്സാഹം നിശ്ചയ ധൈര്യ, ഉത്സാഹം നല്ലൊരു എൻത്യൂസിയസം വേണം. നിശ്ചയ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ്, ധൈര്യാത് കോൺഫിഡൻസ്, തത്തത് കർമ്മ പ്രവർത്തനാത്, സംഘത്യാഗ, പിന്നെ അസോസിയേഷൻ, ആരുടെ വേൾഡ് അസോസിയേഷൻ ത്യജിക്കണം. സതോവൃത്തി, സതോവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, ആചാര്യന്മാരുടെ പാത പിന്തുടരണം. മഹാജനോ ഏന കഥാശ പന്ത, മഹാജനങ്ങളെ നമ്മൾ പിന്തുടരണം. ഈ 6 ഭക്തിയെ പുഷ്ടിപ്പെടുത്തുന്നത്, പ്രസിദ്ധ്യതി. ഈ 6 ഉത്സാഹം, നിശ്ചയ, ധൈര്യ, തത്തത് കർമ്മ പ്രവർത്തന, സംഘത്യാഗോ, സതോവൃത്തി, 6. So one can execute the process of Bhakti Yoga successfully with full-hearted enthusiasm, perseverance and determination by following the prescribed duties in the association of devotees and by engaging completely in the activities. നേരത്തെ പറഞ്ഞ പോലെ ABCD, അതിൽ ആദ്യത്തേത് അസോസിയേഷൻ ആണ്. ഫസ്റ്റ് അസോസിയേഷൻ സാധുസംഘം. സാധുസംഘം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി വരും. ഇൻ ദ അസോസിയേഷൻ ഒറ്റയ്ക്ക് നമുക്ക് ഒരിക്കലും അതിനുള്ള കെൽപ്പുണ്ടാവില്ല, അതിന് ശക്തി ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ കൂട്ടുകെട്ടാൻ പോകുമ്പോൾ നമുക്ക് ധൈര്യം വരും. സോ ആസ് ഫോർ ഡിറ്റർമിനേഷൻ വൺ ഷുഡ് ഫോളോ ദ എക്സാമ്പിൾ ഓഫ് സ്പാരോ. ഈ സ്റ്റോറി എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു കുരുവി തൻ്റെ മുട്ട സമുദ്രത്തിൽ പോയപ്പോൾ അതിൻ്റെ നിശ്ചയദാർഢ്യം, ഞാൻ എങ്ങനെയെങ്കിലും ഈ സമുദ്രത്തിനെ വറ്റിച്ചിട്ട് എൻ്റെ കുട്ടികളെ ഞാൻ വീണ്ടെടുക്കും, എൻ്റെ മുട്ടയെ വീണ്ടെടുക്കും. അപ്പൊ അതിനെ പറ്റിക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ നിഷ്ഠ, ഡിറ്റർമിനേഷൻ കണ്ടിട്ട് ദ ജയന്റ് ബേർഡ് ആരാണ്? ഗരുഡൻ വരെയാണ്. എന്നിട്ട് ഭൂമി സമുദ്രത്തിന് പറയാം അതിന്റെ മുട്ട തിരിച്ചു കൊടുക്കുക. അപ്പൊ പോകണില്ലേ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറ്റിക്കുന്ന പറഞ്ഞു. പേടി വന്നു. എന്നിട്ടാണ് തിരിച്ചു പോകും. കാരണം വെച്ചാൽ ഈ കുരുവി അതിന്റെ കൊക്കില് ഓരോ തുള്ളി വെള്ളം എടുത്തിട്ട് അതിനെ എങ്ങനെ പറ്റിക്കാൻ പറ്റും? അപ്പൊ അത് ആരെ ഏറ്റെടുത്തു? ഗരുഡൻ ഏറ്റെടുത്തു. ഗരുഡന് പേടിയാണ്, സമുദ്രത്തിന് അറിയാം ഗരുഡന്റെ ശക്തി. അപ്പൊ അതിന് തിരിച്ചു കൊടുത്തു. അതേപോലെ ഇരിക്കണം നമ്മുടെ എന്താ ഡിറ്റർമിനേഷൻ. അതാണ് പ്രഭുപാദ് അവിടെ സ്പാരോന്റെ ഈ സ്റ്റോറി വരുന്നത്. A sparrow laid her eggs on the shore of the ocean, but the big ocean carried away the eggs on its waves. The sparrow became very upset and asked the ocean to return her eggs. The ocean did not even consider her appeal. He ചെറിയ പക്ഷിയോ അങ്ങനെ അതിനെ വിട്ടു. അതിന്റെ അപേക്ഷ കേട്ടതും കൂടിയില്ല. So the sparrow decided to dry up the ocean. അതിനെ വറ്റിക്കാൻ തീരുമാനിച്ചു. She began to pick out the water in her small beak. ചെറിയ ആ കൊക്കിൽ എത്ര കൊള്ളും? And everyone laughed at her for her impossible determination. The news of her activity spread, and at last Garuda, the gigantic bird carrier of Lord Vishnu, heard it. He became compassionate toward his small sister bird, and so he came to see the sparrow. Garuda was very pleased by the determination of the small sparrow, and he promised to help. Thus, Garuda at once asked the ocean to return her eggs, lest he himself take up the work of the sparrow. Ocean was frightened at this and returned the eggs. Thus, the sparrow became happy by the grace of Garuda.
Similarly, the practice of yoga, especially bhakti yoga in Krishna consciousness, may appear to be a very difficult job. But if anyone follows the principles with great determination, the Lord will surely help. For God helps those who help themselves. അതേപോലെ നമുക്ക് ആ നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ, നിഷ്ഠ ഉണ്ടെങ്കിൽ, ഡിറ്റർമിനേഷൻ എങ്കിൽ ഏതൊരു കാര്യം നമുക്ക് ചെയ്യാം. ഇമ്പോസിബിൾ ഈസ് എ വേർഡ് ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ഫൂൾസ് ഡിക്ഷണറി എന്നാണ് പ്രഭുപാദ പറയുന്നത്. ഇമ്പോസിബിൾ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് വിഡ്ഢികളുടെ നിഘണ്ടുവിലെ കാണുന്നു. ഇങ്ങനെയുണ്ട്. ആ ഒരു ചെറിയൊരു കുരുവിക്ക് ഇത് സാധിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ എന്തോട്ട് പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഗോഡ് ഹെൽപ്സ് ദോസ് ഹു ഹെൽപ്പ് ദംസെൽസ്. നമ്മളുടെ സിൻസിയർ എഫർട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഭഗവാനും ഹെൽപ്പ് ചെയ്യും നമ്മളെ. അപ്പോൾ നമുക്ക് എന്താണ്? ഡിറ്റർമിനേഷൻ വേണം, ഫേം ഫെയ്ത്ത് വേണം, വിശ്വാസം വേണം ഭഗവാന്റെ ആ സംരക്ഷണത്തിൽ. എന്നാൽ എല്ലാം വേണ്ട പോലെ നടക്കും. Okay, so text 25 അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി ഇപ്പോ എടുത്തതിൽ തന്നെ ഉദ്ധരയാത്മാത്മാന എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകം കൂട്ട് ചെയ്തല്ലോ, പറഞ്ഞല്ലോ. അപ്പൊ അതില് ഡെൽമേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പറഞ്ഞല്ലോ, എഴുതാൻ വിട്ടു പ്രഭു. ഓക്കെ, ഡാൽമേറ്റർ പറഞ്ഞാൽ പഞ്ചധാതുക്കൾ, പഞ്ചഭൂതങ്ങൾ. ഭൂമി, ആപ്പോ, അനലോ, വായു, ഖം, മനോ, ബുദ്ധിർ, അഹങ്കാര. ഓക്കെ. ഓക്കെ, ഇതെല്ലാം ഡൾ മെറ്റീരിയൽ ആണ്. അതിന് മീതെയാണ് സെൻസസ്, ഇന്ദ്രിയങ്ങള്. അതിന്റെ മീതെയാണ് ഇന്ദ്രിയ വിഷയങ്ങള്. അതിന്റെ മീതെയാണ് മനസ്സ്. അതിന്റെ മീതെയാണ് ബുദ്ധി. ബുദ്ധിയുടെ മീതെയാണ് ആത്മാവ്. ഇതാണ് അതിന്റെ ഹെറാർക്കി. അപ്പൊ ഇതില് ഇത് വരുന്നുണ്ടോ? ബുദ്ധി, അഹങ്കാരം വരുന്നുണ്ടോ പ്രഭുജി? അഹങ്കാരമൊക്കെ മാറ്റർ ആണ്, ആ മാറ്റർ ആണ് വരുന്നത്, മെറ്റീരിയൽ ആണ്. അല്ലേ? റിയൽ ഈഗോ ഈസ് സ്പിരിച്വൽ. റിയൽ ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ ഭഗവാന്റെ പാടൻ പാചന, ഭഗവാന്റെ സേവകനാണ് എന്നുള്ള ആ റിലേഷൻഷിപ്പ് മനസ്സിലാക്കി നമ്മൾ ഇടപെടുന്നു. റിയൽ ഈഗോ, റിയൽ ഈഗോ ഉണ്ടെങ്കിൽ നമ്മൾ ആധ്യാത്മിക ലോകത്തിലായിരിക്കും, ഇവിടെ വരില്ല. വേറെ എന്തെങ്കിലും? വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय।